അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. ഒരു വ്യക്തി ബോംബെയിൽ നിന്ന് എന്നെ വിളിക്കുകയും അദ്ദേഹം ഹോട്ടൽ ബിസിനസ്സാണ്, അദ്ദേഹത്തിന്റെ ബിസിനസ്സിലുള്ള വലിയ പരാജയത്തെക്കുറിച്ച് സംസാരിക്കുകയും ഉണ്ടായി. അങ്ങനെ ഞാൻ അദ്ദേഹത്തോട് വിഷയങ്ങൾ പറഞ്ഞു കൊടുത്തു. അദ്ദേഹത്തിന് 4-5 ഹോട്ടലുകൾ അവിടെയുണ്ട്. ഞാൻ അദ്ദേഹത്തോട് വിഷയങ്ങൾ പറഞ്ഞു കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, ഒരു 2 ഹോട്ടലുകൾ തീരെ കച്ചവടമില്ല, അദ്ദേഹത്തിന്റെ മറ്റു കാര്യങ്ങളിലൊക്കെ വലിയ നഷ്ടങ്ങൾ വരുന്നു. നല്ല ഉഷാറായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സംരംഭങ്ങളാണ്, നല്ല വിജയം, അദ്ദേഹത്തിന് ജീവിതത്തിൽ വലിയ ഇസ്സത്ത് നേടിക്കൊടുത്ത വിജയങ്ങളാണ്. മാത്രമല്ല, അദ്ദേഹത്തിന്റെ കൂടെ ചെയ്യുന്ന ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ വലിയ പുരോഗതിയുമുണ്ട്. ഇദ്ദേഹത്തിന്റെ ഹോട്ടലിന് മാത്രം വലിയ തടസ്സങ്ങൾ വരുന്നു, തീരെ ആള് കയറാത്ത ഒരവസ്ഥ. മറ്റു കാര്യങ്ങളിലൊക്കെ ഇദ്ദേഹത്തിന് വലിയ പരാജയങ്ങൾ വരുന്നു, കടം കയറി ബുദ്ധിമുട്ടുന്നു. ഇങ്ങനെ അദ്ദേഹം ആകെ തകരുന്ന ഒരു അവസ്ഥയിലാണ് അദ്ദേഹം എന്നെ വിളിക്കുന്നത്. അദ്ദേഹം എന്നെ വിളിക്കുന്നതും അങ്ങനെ ഞാൻ വിഷയങ്ങൾ പറഞ്ഞു കൊടുത്തു. നിങ്ങൾക്ക് ഇന്ന അദാവത്തുകൾ, ശത്രുപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നും അദ്ദേഹം എന്നെ ബോംബെയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്ന് അതിനുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. ഞാൻ അവിടെ ചെന്നപ്പോൾ ഞെട്ടിപ്പോയി. ആ ഹോട്ടലിൽ ഒരാളും കയറുന്നില്ല. ഇത്രത്തോളം വലിയ വിശാലമായ സൗകര്യങ്ങളുള്ള ഒരു ഹോട്ടലായിട്ട് പോലും, അവിടെ യാത്രക്കാർ പോകുന്ന ഒരു ഏരിയയാണ്, എന്നിട്ട് പോലും ആളുകൾ കയറുന്നില്ല എന്നൊരു അത്ര അവസ്ഥ. അപ്പോൾ അദ്ദേഹത്തിന്റെ വിഷയത്തിൽ അന്ന് നമ്മൾ മനസ്സിലാക്കി പറഞ്ഞു കൊടുത്ത അദാവത്ത്, ശത്രുത എന്നുള്ളതാണ്. ഇത് ഞാൻ പറയാൻ കാരണം, ബിസിനസ്സുകാര്, സാമൂഹിക പ്രവർത്തകര്, രാഷ്ട്രീയക്കാര്, ഇവരുടെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഹസദുന്നാസ്, അദാവത്ത് എന്നൊക്കെ പറയും. ശത്രുത, അസൂയ, കരിങ്കണ്ണ്, പല പ്രയോഗങ്ങൾ നമ്മൾ അതിന് പറയാറുണ്ട്. സാധാരണഗതിയിൽ ഒരു സിഹിറ്, മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ, ശൈത്താനിയായ ചെറിയ ബുദ്ധിമുട്ടുകളാണെങ്കിൽ നമുക്ക് കൃത്യമായി അതിന് ബാത്തില് ചെയ്താൽ പെട്ടെന്ന് ഫലം കാണുന്ന വിഷയങ്ങളാണ്. സിഹറൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു ബാത്തില് ചെയ്താൽ തന്നെ അത് മുറിഞ്ഞു പോകും, അത് ബാത്തിലായി പോകും, കരിഞ്ഞു പോകും എന്നുള്ളതാണ് നമ്മൾ അനുഭവത്തിൽ നമ്മൾ കണ്ടുവരുന്നതാണ്. എന്നാൽ ചില സിഹറുകളുണ്ട്, ഷെയ്ത്താനൊക്കെ അയച്ചിട്ടുള്ള സിഹറുകൾ, അതും നല്ലതുപോലൊക്കെ അതിന്റെ പിന്നിൽ ബാത്തിൽ ചെയ്താലും മാറി കിട്ടാറുണ്ട്. ചിലത് പിന്നെ അത് സ്ട്രോങ് ആയ സിഹറുകൾ ഉണ്ടാവാറുണ്ട്, അതൊക്കെ കുറച്ച് കഷ്ടപ്പാടാണ്. എന്നാൽ ഈ അദാവത്ത് എന്ന് പറഞ്ഞാൽ ശത്രുപരമായി, ഹസദ് പരമായിട്ടുണ്ടാകുന്ന കണ്ണേറ്, കരിങ്കണ്ണ് പോലെയുള്ള വിഷയങ്ങൾ, അത് വളരെ പ്രയാസമാണ് മാറ്റിക്കളയാൻ. അനുഭവങ്ങളെ കൊണ്ട് പറയുകയാണ്. കാരണം വിദേശത്തു നിന്നും മറ്റുമൊക്കെ ഒരുപാട് കച്ചവടക്കാര്, ബിസിനസ്സുകാർ എന്നെ വിളിക്കാറുണ്ട്. ഇപ്പൊ ദുബായിൽ ഒരു വട്ടം എന്നെ കൊണ്ടുപോയി ഒരു ബിസിനസ്സുകാര്, അവരുടെ വിഷയത്തിന് വേണ്ടി കൊണ്ടുപോയി. അവർക്കും ബിസിനസ്സിലുള്ള നഷ്ടമാണ്. അപ്പോൾ അവിടൊക്കെ നമ്മൾ നിരന്തരം ചെയ്യുമ്പോൾ മാത്രമേ അതിലൊക്കെ ഫലം കാണുന്ന ഒരു അവസ്ഥയുള്ളൂ. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, ഈ ഹസദ്, ഇപ്പൊ സിഹിർ എന്ന് പറയുന്ന ഒരാൾ ചെയ്ത വിഷയം, അത് നമുക്കങ്ങ് ബാത്തിലാക്കി കളഞ്ഞാൽ മതി. എന്നാൽ ഒരാൾക്ക് നമ്മളോട് അസൂയ ഉണ്ടാവുക, ഒരാൾക്ക് നമ്മളോട് ദേഷ്യം ഉണ്ടാവുക, വിദ്വേഷം ഉണ്ടാവുക എന്ന് പറയുമ്പോൾ സ്ഥായിയായി അവന്റെ മനസ്സിലുണ്ടാകുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്, ഒരാളോടും നമ്മൾ എന്താകാൻ പാടില്ല, അസൂയ വെക്കാൻ പാടില്ല എന്നും. മാത്രമല്ല, ആരെയും നമ്മൾ വെറുപ്പിക്കാനോ ആരോടും ശത്രുത വെച്ച് ആരുടെയും ശത്രുത വാങ്ങി വെക്കാനോ ഒന്നും പാടില്ല. അതൊക്കെ നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലൊക്കെ വലിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാക്കുന്ന വിഷയങ്ങളാണ്. അപ്പൊ ഈ ശത്രുത, അദാവത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് ബിസിനസ്സുകാർ വിദേശ നാടുകളിൽ നിന്ന്, ലണ്ടനിൽ നിന്നും ജർമ്മനിയിൽ നിന്നും ഒക്കെ വിളിക്കാറുണ്ട് ഇവരുടെ വിഷയങ്ങൾ പറഞ്ഞിട്ട്. എനിക്ക് പറയാനുള്ളത്, ഈ അദാവത്ത് എന്താണ് ഇതിനൊരു പരിഹാരം? ഇപ്പൊ നമ്മളൊരു കണ്ണേർ അല്ലെങ്കിൽ ബിസിനസ്സിൽ ലോസ്റ്റ് വന്ന ഒരാള് ഒക്കെ, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് രാഷ്ട്രീയക്കാർ വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ ഈ സ്കൂളിലെ മാഷിമാര്, ഭയങ്കര അസൂയയുള്ള ഒരു മേഖലയാണ്. ഹെഡ് മാഷ് ആകുന്നതിനും എല്ലാത്തിനും ഒക്കെ അസൂയകളും അങ്ങോട്ടും ഇങ്ങോട്ടും പാരവെപ്പുകളൊക്കെ ഉള്ള ഒരു മേഖലയാണ്. അപ്പോൾ അവിടുന്നൊക്കെ നമ്മളെ വിളിക്കാറുണ്ട്, വിഷയങ്ങൾ പറയാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ ഇത്തരം വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മളെ ജീവിതത്തെ വലിയ ബാധിക്കുന്ന ഒരു വിഷയം, പെട്ടെന്ന് മാറിക്കിട്ടാത്ത ഒരു വിഷയം കൂടിയായിരിക്കും അത്. ഇപ്പൊ നമ്മൾ തന്നെ ചില ആളുകൾക്ക് ബാത്തിൽ ചെയ്ത് കൊടുത്താൽ അവർ തന്നെ 4 മാസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 5 മാസം കഴിഞ്ഞിട്ട് വരെ കച്ചവടം ഒന്നും റെഡിയായി കിട്ടുന്നില്ല, വീണ്ടും പുരോഗതി കിട്ടുന്നില്ല. ഞാൻ പറയും, നിർത്തരുത്, വീണ്ടും ചെയ്യുക. ഓരോ 3 മാസം കൂടുമ്പോഴും ഇങ്ങനെ ബാത്തിൽ ചെയ്യുക. അങ്ങനെ പതിയെ പതിയെ അതിന്റെ സ്ട്രോങ് കുറച്ചു കൊണ്ടുവരിക. മാത്രമല്ല, നല്ല അള്ളാഹുവിനോട് ദുആ ചെയ്യുക, ബർക്കത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക, സ്വതക്ക വർദ്ധിപ്പിക്കുക. ഇതിലൂടെ ഒക്കെ ഒരു റിക്കവറി, ഇത്തരം വിഷയങ്ങൾ റിക്കവറി കണ്ടെത്താൻ കഴിയുകയുള്ളൂ. പിന്നെ അവ ബിസിനസ് ചെയ്യുന്നവരോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ ഇത് വരുന്നതിന് മുമ്പേ ഏതൊരു കടക്കാരനായാലും, അല്ലെങ്കിൽ ഒരു മാർക്കറ്റിലുള്ള ഒരു കട, അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളിലുള്ള ഒരു ബിസിനസ്, ഇവർക്ക് കോമ്പറ്റീഷൻ, മത്സരങ്ങൾ ഉണ്ടാവും. തൊട്ടപ്പുറത്ത് അതേപോലുള്ള ബിസിനസ് നടത്തുന്നവർ,
അവരുടേതായ മേഖലകളിലുള്ള മത്സരങ്ങൾ നടക്കും. അപ്പൊ ഇതിൽ സ്വാഭാവികമായ അസൂയയും പാരവെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ ഇതിലൂടെ വലിയ ശത്രുത, വലിയ എടങ്ങേറ് എന്ന് പറയും, വലിയ കണ്ണേറ് അല്ലെങ്കിൽ വലിയ കരിങ്കണ്ണ് നമ്മിലേക്ക് എത്തും. ഈ കണ്ണേറ് എന്ന് പറഞ്ഞാൽ ചില്ലറ ഒരു കാര്യമായി നമ്മൾ കരുതരുത്. ചിലർക്ക് സിഹറാണ് വലുത് എന്നുള്ള ഒരു ധാരണ ഉണ്ടാവും. അൽ ഐനു ഹക്കുൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചതാണ്. കണ്ണേറ് ഹക്കാണ്. അത് ബാധിച്ചു കഴിഞ്ഞാൽ വലിയ വിഷയമാണ്. അത് പെട്ടെന്ന് അങ്ങ് ചിലപ്പോൾ മാറി കിട്ടണമെന്നില്ല. നിരന്തരം അപ്പൊ വരുന്നതിന് മുമ്പേ അതിനു വേണ്ട കാവലുകൾ ചെയ്തു വെച്ചാൽ നമുക്ക് രക്ഷയുണ്ടാകും. കണ്ണേറ്, ലോകത്ത് കൂടുതൽ ആളുകൾ മരണപ്പെടുന്നത് വരെ കണ്ണേറ് കൊണ്ടാണ് എന്നാണ്. അപ്പോ കണ്ണേറ് കാരണമാണ് പല കാര്യങ്ങളും സംഭവിക്കുന്നത്. അപ്പൊ അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ വലിയ ഇടങ്ങേറും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. എങ്ങനെയാണ് ഇതിൽ നിന്ന് നമുക്ക് കാവല് കിട്ടുക? ഞാൻ പറയാറുണ്ട്, പൊതുവെ ഇത്തരം വിഷയങ്ങളുമായി വരുന്നവരോട്, നമ്മൾ തരുന്നത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. കൃത്യമായിട്ട് ചെയ്യുകയും നിർത്തരുത്. അത് ജീവിതത്തിൽ പതിവായി കൊണ്ടുപോകണം. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് വിജയം ഉണ്ടാവും. നല്ല ക്ഷമയും വേണം. അപ്പോൾ അവർക്ക് അവരുടേതായ രീതിയിലുള്ള മാറ്റങ്ങളും മെച്ചപ്പെട്ടവരുമുണ്ട്. അപ്പോൾ ആ ഒരു വിഷയം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. എത്രയോ ആളുകൾ വലിയ വലിയ ബിസിനസ്സുകൾ തുടങ്ങി കുറച്ചൊക്കെ ഒന്ന് മെച്ചപ്പെട്ട് വരുമ്പോൾ പിന്നീട് പറ്റ അടിയിലേക്ക് പോകുന്ന ഒരു അവസ്ഥ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. വലിയ സങ്കടകരമാണ്. എല്ലാ സ്വത്തുക്കളും എല്ലാ സമ്പാദ്യവും ഇറക്കിക്കൊണ്ട് ബിസിനസ് ചെയ്യുകയും അതിൽ വന്ന നഷ്ടം കാരണം ഒക്കെ പരാജയപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ. എത്രയോ ആളുകളാണ് കരഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തത്. അള്ളാഹു സുബ്ഹാനഹു തആല അവിടെ വിഷമങ്ങളൊക്കെ അള്ളാഹു നീക്കി കൊടുക്കുമാറാവട്ടെ. പ്രയാസങ്ങളൊക്കെ അള്ളാഹു അകറ്റി കൊടുക്കുമാറാവട്ടെ. നമുക്കറിയാം, നമ്മളെ വിദേശത്തുള്ള സുഹൃത്തുക്കൾ അവർക്ക് സമ്പാദ്യമുണ്ടെങ്കിൽ അവർക്ക് റാഹത്ത്, പ്രവാസികള് സന്തോഷത്തിലായാലും നമ്മുടെ നാട്ടിലെ സ്ഥാപനങ്ങളും എല്ലാ കാര്യങ്ങളും റാഹത്തിലാവുകയുള്ളൂ. അള്ളാഹു അവർക്ക് ഇസ്സത്ത് അള്ളാഹു ഏറ്റി ഏറ്റി കൊടുക്കട്ടെ. എല്ലാം സലാമത്ത് അള്ളാഹു നൽകുമാറാവട്ടെ. അള്ളാഹു എല്ലാം റാഹത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.